നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസംസ് ആണ്. 3 വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ആള് ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം ആണ്. അപ്പോൾ ഓവർ ഹെഡ് വാൽവ് മെക്കാനിസത്തിന്റെ അത് പേര് പോലെ തന്നെ വാൽവ് എന്ന് പറഞ്ഞത് നമ്മുടെ സിലിണ്ടറിന്റെ ഓവർ ഹെഡ്, അതായത് മുകളിലായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം വാൽവ് പ്ലേസ് ചെയ്തിരിക്കുന്നത് സിലിണ്ടറിന്റെ മേലെയാണ്. ഇനി ഇതിന്റെ പാർട്സുകൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന വാൽവ് ലിഫ്റ്റർ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ടാപ്പറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചേക്കണേ. ടാപ്പറ്റ്. ഓക്കെ. ഇനി ടാപ്പറ്റ് കൂടാതെ പുഷ് റോഡ് ഉണ്ട്. ഈ കാണുന്ന ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പുഷ് റോഡ്. അതുപോലെ തന്നെ ഈ മേലെ ഇരിക്കുന്ന കൈ പോലത്തെ ഈ സംഭവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോക്കർ ആം. അപ്പൊ ഈ റോക്കർ ആമിന് ഈ പോയിന്റിലാണ് ഈ സാധനം ഫിക്സ് ചെയ്തേക്കണം. അപ്പൊ ഇതിന് എബോട്ടായിട്ട് മേലോട്ടും താഴ്ത്തോട്ടും ഈ ഭാഗം മേലോട്ടും താഴ്ത്തോട്ടും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ താഴെ വാൽവ് വരുന്നുണ്ട്. ഇത് വാൽവിന്റെ സ്റ്റെമ്മാണ്. അടിയിൽ വാൽവിന്റെ ഹെഡ് കാണാം. ഇനി വാൽവിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സ്പ്രിംഗ് റീറ്റൈനർ അല്ലെങ്കിൽ റിട്ടേൺ സ്പ്രിംഗ്, വാൽവ് സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം. അപ്പൊ എഞ്ചിൻ റൺ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങും. ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ക്യാം ഷാഫ്റ്റിനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചേക്കണെയാണ്. അപ്പൊ ഇത് ഇവിടെ ആയിട്ട് വരും ക്യാം ഷാഫ്റ്റ്. ഇതിന്റെ ഈ അടിഭാഗത്തായിട്ട് വരും ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റിൽ നമുക്കറിയാം ക്യാമുകളുണ്ട്. ഈ ക്യാമുകൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കറിയാം ക്യാമിന് ലോബ് എന്ന് പറഞ്ഞാൽ മൂക്ക് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഇവിടെ കോണ്ടാക്ട് വരുന്ന സമയത്ത് അത് നമ്മുടെ ടാപ്പറ്റിനെ മേലോട്ട് തള്ളും. ടാപ്പറ്റ് ഈ മേലോട്ടുള്ള മോഷനെ നേരെ പുഷ് റോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് അപ്പോൾ പുഷ് റോഡ് എന്ന് പറഞ്ഞ ഈ ഒരു റോഡ്, ആ ഒരു കമ്പി മേലോട്ട് മൂവ് ചെയ്യും. മേലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ റോക്കറാമിന്റെ ഈ സൈഡിനെ മേലോട്ട് പൊക്കും. ഈ സൈഡ് മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ റോക്കറാമിന്റെ അപ്പർ സൈഡ് താഴത്തോട്ട് താഴും. അപ്പോൾ റോക്കറാമിന്റെ അപ്പർ സൈഡ് താഴത്തോട്ട് താഴ്ന്നു കഴിഞ്ഞാൽ അത് നേരെ ചെന്ന് ഇടിക്കുന്നത് നമ്മുടെ വാൽവിന്റെ സ്റ്റെമ്മിന്റെ അകത്തോട്ടാണ്. അതായത് വാൽവ് താഴത്തോട്ട് താഴും. അങ്ങനെ വാൽവ് ഓപ്പൺ ആവും. ഇങ്ങനെയാണ് വാൽവ് ഓപ്പൺ ആവണേ. ഇനി നമ്മുടെ ക്യാമ് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഈ നോസ് എന്ന് പറഞ്ഞ ഭാഗം അടിയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ടാപ്പറ്റ് താഴത്തോട്ട് താഴും. ടാപ്പറ്റ് താഴ്ന്നു കഴിഞ്ഞാൽ പുഷ് റോഡും താഴും. പുഷ് റോഡ് താഴ്ന്നു കഴിഞ്ഞാൽ റോക്കറാമും താഴും. അപ്പോൾ റോക്കറാമിന്റെ ഇപ്പുറ സൈഡ് മേലോട്ട് പൊങ്ങും. അത് വാൽവിനെ റിലീസ് ചെയ്യും. ഇനി വാൽവിനെ തിരിച്ചു വരാനായിട്ട് സഹായിക്കുന്നത്, അത് ഇരുന്ന പൊസിഷനിലൂടെ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പ്രിംഗ് ആണ്. വാൽവ് സ്പ്രിംഗ്. ഇവിടെ പേരോട് തന്നെ സ്പ്രിംഗ് റീറ്റൈനർ എന്നാണ്. അപ്പൊ ഈ രീതിയിലാണ് ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. നോട്ട് വെച്ചിട്ട് നമുക്ക് അതെങ്ങനെയാന്നുള്ളതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ രീതിയിലാണ് അതിന്റെ നോട്ട് കൊടുത്തേക്കണത്. അതായത് ഓപ്പറേഷന്റെ ഓർഡറിൽ ഇവരുടെ പേര് കൊടുത്തേക്കണമെന്നുള്ളൂ. ബാക്കി നിങ്ങൾ സ്വയം മനസ്സിൽ പറഞ്ഞു പഠിച്ചോളാം. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങി കഴിഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് കറങ്ങും. ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ആവും. ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാം റൊട്ടേറ്റ് ആവും. അപ്പൊ ക്യാമിന്റെ ലോബ്, ആ മൂക്ക് പോലെ ഇരിക്കുന്ന ഭാഗം ടാപ്പറ്റിൽ വന്ന് മുട്ടുന്ന സമയത്ത് ടാപ്പറ്റ് മൂവ്സ് അപ്വേർഡ്സ്, മേലോട്ട് മൂവ് ചെയ്യും. ദിസ് മോഷൻ ഈസ് ട്രാൻസ്ഫർ ടു ദ പുഷ് റോഡ്. ആ മോഷൻ നേരെ പുഷ് റോഡിലേക്ക് ട്രാൻസ്ഫർ ആവും. പുഷ് റോഡ് റോക്കറാമിന്റെ ഒരു സൈഡിനെ മേലോട്ട് പൊക്കും. അപ്പോൾ റോക്കറാമിന്റെ അപ്പർ സൈഡ് നേരെ താഴത്തോട്ട് താഴും. ആ താഴുന്നത് നേരെ ചെന്ന് മുട്ടുന്നത് വാൽവ് സ്റ്റെമ്മിലോട്ടാണ്. അന്നേരം വാൽവ് ഓപ്പൺ ആവും. ഇനി ക്യാം വീണ്ടും റൊട്ടേറ്റ് ചെയ്യും. ക്യാം വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഈ പറയുന്ന നോസ് താഴ്ത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ടാപ്പറ്റ് തിരിച്ച് താഴ്ത്തോട്ട് വരും. പുഷ് റോഡും താഴ്ത്തോട്ട് വരും. പിന്നെ ഈ പറയുന്ന വാൽവിനെ തിരിച്ച് അതിന്റെ സീറ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് വാൽവ് സ്പ്രിംഗ് ആണ്. അന്നേരം വാൽവ് ക്ലോസ് ആവും. അപ്പോൾ വാൽവിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചാൽ മതി. കീവേഡുകൾ വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറഞ്ഞ് പഠിക്കാം. ഇപ്പൊ രണ്ടാമത്തേത് സൈഡ് വാൽവ് മെക്കാനിസം ആണ്. അപ്പൊ ഇവിടെ വാൽവ് വരുന്നത് പേര് പോലെ തന്നെ സൈഡിലായിട്ടാണ് വരുന്നത്. വാൽവിന്റെ മെക്കാനിസം മൊത്തം വരുന്നത് സൈഡിലാണ്. സിലിണ്ടറിന്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പാർട്സ് കാണാം. താഴെ ഒരു ക്യാം ഉണ്ട്. ക്യാമിന്റെ മേലെയായിട്ട് ടാപ്പറ്റ് ഉണ്ട്. ടാപ്പറ്റിന്റെ മേലെ പിന്നെ ഡയറക്റ്റ് വരുന്നത് വാൽവാണ്. ഈ കാണുന്ന വാൽവാണ് ഡയറക്റ്റ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു സാധനം മിസ്സിംഗ് ഉണ്ട്. മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് റോഡാണ്. ഓവർ ഹെഡ് വാൽവ് മെക്കാനിസത്തിൽ പുഷ് റോഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പുഷ് റോഡ് ഇല്ല. ഇവിടെ ടാപ്പറ്റ് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് വരുന്നത് വാൽവാണ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് നമുക്ക് ഈസി ആയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പുഷ് റോഡില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെ. ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമിന്റെ ഈ ലോബ് എന്ന് പറഞ്ഞ ഭാഗം മേലോട്ട് വരുന്ന സമയത്ത് അത് നമ്മുടെ ടാപ്പറ്റിനെ മേലോട്ട് തള്ളും. ടാപ്പറ്റ് ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. സ്പ്രിംഗ് ആയിട്ട് നമ്മുടെ വാൽവായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. അത് വാൽവിന്റെ സ്റ്റെമ്മിനെ തള്ളും. വാൽവ് ഓപ്പൺ ആവും. ഇനി നമ്മുടെ ക്യാം വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ലോബ് ദൂരത്തോട്ട് മാറിപ്പോകുന്ന സമയത്ത് ടാപ്പറ്റ് താഴത്തോട്ട് വരും. ടാപ്പറ്റ് താഴത്തോട്ട് വരുമ്പോൾ അത് വാൽവിനെ റിലീസ് ചെയ്യും. വാൽവ് അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട്, ആദ്യം ഇരുന്ന പൊസിഷനിലോട്ട് തിരിച്ചു വരും. തിരിച്ചു വരാനായിട്ട് സഹായിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പ്രിംഗ് ആണ്. ഷോർട്ട് നോട്ട് നോക്കുക. ഓൾ പാർട്സ് ആർ ഓൺ ദി സൈഡ്. എല്ലാ പാർട്സും, മെക്കാനിസത്തിന്റെ എല്ലാ പാർട്സും വരുന്നത് നമ്മുടെ എഞ്ചിൻ സിലിണ്ടറിന്റെ സൈഡിലായിട്ടാണ് വരുന്നത്.
ഇപ്പൊ ബാക്കിയൊക്കെ സെയിം തന്നെ. ക്യാം ഷാഫ്റ്റ് കറങ്ങി കഴിഞ്ഞാൽ ക്യാം കറങ്ങും, ക്യാം കറങ്ങിയാൽ ടാപ്പറ്റ് കറങ്ങും. അതിന്റെ ഇടയിൽ പുഷ് റോഡില്ലാന്നുള്ളൂ. ടാപ്പറ്റ് കറങ്ങി കഴിഞ്ഞാൽ ടാപ്പറ്റ് ഡയറക്ട്ലി വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യാണ് ചെയ്യണേ. ഇവിടെ ടാപ്പറ്റ് കഴിഞ്ഞാൽ പിന്നെ പുഷ് റോഡ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഇവിടെ പക്ഷെ അതില്ല, നേരെ വാൽവിനെ ഓപ്പൺ ചെയ്യും. ഇനി വാൽവിനെ ക്ലോസ് ചെയ്യാനായിട്ട് ക്യാം വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ലോബ് എന്ന് പറഞ്ഞ സാധനം ദൂരത്തോട്ട് പോകും, താഴത്തോട്ട് പോകും. അതായത് ടാപ്പറ്റ് തിരിച്ച് താഴത്തോട്ട് വരും. ഇനി വാൽവിനെ തിരിച്ചു വരാനായിട്ട് സഹായിക്കുന്നത് വാൽവിന്റെ സ്പ്രിംഗ് ആണ്. അതിന്റെ സീറ്റിലോട്ട് തിരിച്ച് കൊണ്ടുവരുന്നത് വാൽവ് സ്പ്രിംഗ് ആണ്. അന്നേരം വാൽവ് ക്ലോസ് ആവും. വാൽവും മറ്റേത് ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റും ആണ്. മൂന്നാമത് നമ്മളിപ്പോൾ നോക്കുന്ന സാധനത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യം പഠിച്ചതിലൊക്കെ എല്ലാത്തിലും ഇപ്പൊ ഈ പറഞ്ഞ കേസിൽ ക്യാം ഷാഫ്റ്റ് താഴെയായിരുന്നു തന്നെ, വാൽവ് മേലെയായിരുന്നു, പക്ഷെ ക്യാം ഷാഫ്റ്റ് താഴെയായിരുന്നു തന്നെ. രണ്ടാമത് പഠിച്ച സൈഡ് വാൽവ് മെക്കാനിക്സിൽ നമുക്ക് കാണാം ക്യാം ഷാഫ്റ്റ് താഴെയാണ് വരുന്നത്. പക്ഷെ ഇനി പഠിക്കുന്ന സാധനത്തിൽ ഓവർ ഹെഡ് വാൽവ് അല്ല, ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് ആണ്. ഈ പറയുന്ന ക്യാം ഷാഫ്റ്റ് എഞ്ചിൻ സിലിണ്ടറിന്റെ മേലെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫിഗർ നോക്കി കാണാൻ പറ്റും. ഇത് സിലിണ്ടറിന് മേലെ വാൽവ്, ഇൻലെറ്റ് എക്സോസ്റ്റ് വാൽവുകൾ കാണാൻ പറ്റും. ആ വാൽവുകളുടെയൊക്കെ മേലെ, എഞ്ചിൻ സിലിണ്ടറിന്റെ ഒക്കെ മേലെയായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ ക്യാം ഷാഫ്റ്റ് വരുന്നത്. ആ ക്യാം ഷാഫ്റ്റിൽ രണ്ട് ക്യാം ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വർക്കിംഗ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. താഴെ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. ആ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് ടൈമിംഗ് ബെൽറ്റ് വഴി നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ കറക്കം നേരെ ക്യാം ഷാഫ്റ്റിലോട്ട് ചെല്ലുകയാണ് ചെയ്യണത്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ അതിനോടൊപ്പം ക്യാം ഷാഫ്റ്റും കറങ്ങും. ക്യാം ഷാഫ്റ്റ് കറങ്ങി കഴിയുമ്പോൾ ക്യാം ഷാഫ്റ്റിലുള്ള ക്യാമുകൾ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ക്യാമിന്റെ ലോബ് എപ്പോഴാണോ ടാപ്പറ്റായിട്ട് കോൺടാക്ട് വരുന്നത്, അതായത് താഴത്തോട്ട് വരുന്നത്, അന്നേരം അത് ടാപ്പറ്റിനെ താഴത്തോട്ട് പുഷ് ചെയ്യും. താഴത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ വാൽവ് ഓപ്പൺ ആവും. തിരിച്ച് ആ വാൽവിനെ അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് വാൽവ് സ്പ്രിങ്ങുകളാണ്. അപ്പൊ ഇത്രയും തന്നെയാണ് ഓപ്പറേഷൻ. സെയിം സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് തന്നെ. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ എഞ്ചിൻ സിലിണ്ടറിന്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഡബിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റിലോട്ട് വരുമ്പോൾ സെയിം സംഭവം തന്നെ. അതായത് എഞ്ചിൻ സിലിണ്ടറിന്റെ മുകളിലായിട്ടാണ് ക്യാം ഷാഫ്റ്റ് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് ക്യാം ഷാഫ്റ്റ് ഉണ്ട്. അതായത് ഇൻലെറ്റ് വാൽവുകൾക്ക് ഒരു സെറ്റ് ക്യാം ഷാഫ്റ്റും എക്സോസ്റ്റ് വാൽവുകൾക്ക് അടുത്ത സെറ്റ് ക്യാം ഷാഫ്റ്റും ആണ് കൊടുത്തേക്കണേ. അപ്പൊ ഇങ്ങനെ ഡബിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ രണ്ട് ക്യാം ഷാഫ്റ്റുകളായിരിക്കും എഞ്ചിൻ സിലിണ്ടറിന്റെ മുകളിൽ വരുന്നത്. സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് നോട്ട് നമുക്ക് ഇവിടെ നോക്കാം. അതിന്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ക്യാം ഷാഫ്റ്റ് എവിടെയാണ്, സിലിണ്ടറിന്റെ മുകളിലാണ്. ക്യാം ഷാഫ്റ്റ് ഈസ് ലൊക്കേറ്റഡ് എബവ് ദി സിലിണ്ടർ. ഇനി വർക്കിംഗ് എങ്ങനെ പറയാം, നമുക്ക് വേണമെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയാം അല്ലെ. ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈമിംഗ് ബെൽറ്റ് വഴി അത് ക്യാം ഷാഫ്റ്റിനെ കറക്കും. ടൈമിംഗ് ബെൽറ്റ് യൂസ് ചെയ്തുകൊണ്ട് അത് ക്യാം ഷാഫ്റ്റിനെ കറക്കും. ക്യാം ഷാഫ്റ്റ് കറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ക്യാം കറങ്ങും. ക്യാം കറങ്ങി കഴിഞ്ഞാൽ അത് ടാപ്പറ്റിനെ താഴത്തോട്ട് പുഷ് ചെയ്യും. ടാപ്പറ്റ് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ വാൽവിലോട്ടാണ്. വാൽവ് ഓപ്പൺ ആവും. ഇനി ക്യാം വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാപ്പറ്റ് ബാക്കോട്ട് മൂവ് ആവും. വാൽവ് സ്പ്രിങ് നമ്മുടെ വാൽവിനെ അതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിലോട്ട് തിരിച്ചുകൊണ്ടിരും. അത് വാൽവിന്റെ സീറ്റിലോട്ട് തിരിച്ചുകൊണ്ടിരും. അപ്പോൾ വാൽവ് ക്ലോസ് ആവും. ഇനി ഡബിൾ ഓവർഹെഡിൽ കൂടുതലൊന്നും പറയാനില്ല. ആകെ എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ക്യാം ഷാഫ്റ്റ് ഉണ്ട്. 2 ക്യാം ഷാഫ്റ്റ് എബവ് ദ എഞ്ചിൻ സിലിണ്ടർ, 1 ഫോർ ഈച്ച്. 1 ഫോർ ഈച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻലെറ്റ് വാൽവുകൾക്കും മറ്റേത് എക്സോസ്റ്റ് വാൽവുകൾക്കും. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേമാണ് വാൽവ് ക്ലിയറൻസ്. ഈ ഫിഗറിൽ നമുക്ക് വാൽവ് ക്ലിയറൻസ് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വാൽവ് ഇതല്ലേ വാൽവിന്റെ സ്റ്റെം എന്ന് പറഞ്ഞാൽ. ഈ മേലെ കാണുന്ന സാധനമാണ് നമ്മൾ പഠിച്ച റോക്കർ റാം. ഈ റോക്കർ റാമിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പുഷ് റോഡ്, അതിന്റെ താഴെ ടാപ്പറ്റ് ഉണ്ടാവും, അതിന്റെ താഴെ ക്യാം ഉണ്ടാവും. ക്യാം ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ച് പുഷ് റോഡ് മേലോട്ടോട്ടും താഴത്തോട്ട് മൂവ് ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ റോക്കർ റാമും മേലോട്ടോട്ടും താഴത്തോട്ട് മൂവ് ചെയ്യും. ഈ റോക്കർ റാമാണ് ഇവിടെ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ച കേസിലെ, അതായത് ഓവർ ഹെഡ് വാൽവ് മെക്കാനിക്സിൽ നമ്മൾ കണ്ടേക്കണതാണ്. അപ്പൊ ഇവിടെ ഈ വാൽവിന്റെയും ഈ റോക്കർ റാമിന്റെയും ഇടയിൽ ചെറിയൊരു വിടവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ക്ലിയറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ വാൽവ് ക്ലിയറൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഫീലർ ഗേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്യാപ്പ്, ചെറിയ ചെറിയ വിടവുകൾ അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് വെച്ചിട്ട് അവര് ആ ഒരു ഗ്യാപ്പ് മെഷർ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അത് ഈ ഒരു വാൽവ് മെക്കാനിക്സിന്റെ ഭാഗമല്ല. ഫീലർ ഗേജ് ആ ഗ്യാപ്പ് മെഷർ ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കാനായിട്ട് കാണിച്ചേക്കണതാണ്, ആ ക്ലിയറൻസ് കിട്ടാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലിയറൻസ് ഉണ്ട്. ഇനി ആ ക്ലിയറൻസിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ അങ്ങനെ ഒരു ക്ലിയറൻസ് കൊടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ തെർമൽ എക്സ്പാൻഷൻ എന്താണെന്നുള്ളത് കേട്ടേക്കണെയാ. ചൂട് കൂടുന്ന സമയത്ത് മെറ്റൽ വികസിക്കും. അത് നമ്മുടെ വാൽവ് സ്റ്റെമ്മിനും ബാധക. ചൂട് വളരെയധികം കൂടുന്ന സമയത്ത് നമ്മുടെ വാൽവ് സ്റ്റെം വികസിക്കും.
അപ്പൊ വികസിക്കുന്ന സമയത്ത് അത് നേരെ ചെന്ന് റോക്കറാമായിട്ട് മുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അല്ലെങ്കിൽ റോക്കറാമിന്റെ ഫംഗ്ഷനിങ്ങിനെ അത് ബാധിക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു ക്ലിയറൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ വാൽവ് ക്ലിയറൻസ് എന്ന് വിളിക്കുന്നത്. ഇത് ഇവിടെ ഫീലർ ഗേജ് ഉപയോഗിച്ചിട്ട് അയാൾ വാൽവ് ക്ലിയറൻസ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഫിഗറിൽ. ഇനി അതിവിടെ ഒരു പോയിന്റ് ആയിട്ടും പറയേണ്ടത് ഇറ്റ് ഈസ് മെഷേർഡ് യൂസിങ് ഫീലർ ഗേജ്. ഫീലർ ഗേജ് എന്ന് പറഞ്ഞ ഗേജ് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന വാൽവ് ക്ലിയറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി വാൽവ് ക്ലിയറൻസിന്റെ മറ്റ് രണ്ട് പേരുകൾ, ഒന്ന് വാൽവ് ലാഷ്, അടുത്തത് ടാപ്പറ്റ് ക്ലിയറൻസ്. ഇങ്ങനെ രണ്ട് പേരും കൂടെ ഇതിനുണ്ട്. അപ്പൊ വാൽവ് ക്ലിയറൻസിന്റെ ഷോർട്ട് നോട്ട് നമുക്ക് നോക്കാം. അതെന്താ? ബിറ്റ്വീൻ വാൽവ് സ്റ്റെം ആൻഡ് റോക്കറാം ആണ്. അതെ, വാൽവ് സ്റ്റെമ്മിന്റെയും റോക്കറാമിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാൽവ് ക്ലിയറൻസ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തേക്കണേ? തെർമൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റെം, മെക്കാനിക്കൽ എക്സ്പാൻഷൻ ആണ് കൊടുത്തേക്കണേ. സെയിം സാധനം തന്നെ. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സ്റ്റെമ്മിന്റെ നീളം കൂടും. ആ നീളം കൂടുമ്പോൾ അത് പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാൽവ് ക്ലിയറൻസ് കൊടുത്തേക്കണേ. ഈ ഫീലർ ഗേജ് ആണ് ലാസ്റ്റ് പോയിന്റ്. അതായത് ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ക്ലിയറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫീലർ ഗേജ് യൂസ് ചെയ്തിട്ടാണ്. ലാസ്റ്റ് ടോപ്പിക്, മൊഡ്യൂൾ 4ന്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാൽ ടൈമിംഗ് ഡയഗ്രം ആണ്. വാൽ ടൈമിംഗ് ഡയഗ്രം അല്ലെങ്കിൽ വാൽ ടൈമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഞ്ചിനിലെ ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവുകളുടെ ഓപ്പണിംഗ് ക്ലോസിങ്ങിന്റെ ടൈമിങ്ങിനെയാണ്. നമുക്കറിയാം, സക്ഷൻ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും. കംപ്രഷൻ സ്ട്രോക്കിലും അതുപോലെ തന്നെ പവർ സ്ട്രോക്കിലും രണ്ട് വാൽവുകളും ക്ലോസ് ആയിരിക്കും. അവസാനത്തെ എക്സോസ്റ്റ് സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈമിംഗ് നിയന്ത്രിക്കണം. ആ ടൈമിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇൻലെറ്റ് വാൽവുകളുടെ അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൽവുകളുടെ ഓപ്പണിംഗ് ക്ലോസിംഗ് കാണിച്ചു തരുന്ന ഡയഗ്രത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വാൽ ടൈമിംഗ് ഡയഗ്രം. അപ്പോൾ ഡയഗ്രം നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള വാൽ ടൈമിംഗ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാൽ ടൈമിംഗ് ഡയഗ്രം. അതിനു മുന്നേ ഒരു തിയറിറ്റിക്കൽ വാൽ ടൈമിംഗ് ഡയഗ്രം ഉണ്ട്. എക്സാമിന് ചോദിക്കാറില്ല, പക്ഷെ നമ്മൾ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തിയറിറ്റിക്കൽ വാൽ ടൈമിംഗ് ഡയഗ്രം നോക്കാം. വാൽ ടൈമിംഗ് ഡയഗ്രം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ലൈൻ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു ലൈൻ, ആ ലൈനിന്റെ സെന്റർ ആണിത്. ഈ സെന്ററിന്റെ മേലോട്ടുള്ള ഭാഗം മൊത്തം TDC ആണെന്ന് കൺസിഡർ ചെയ്യാം, അത് ടോപ്പ് ഡെഡ് സെന്റർ. ഇതിന്റെ താഴെയുള്ള ഭാഗം മൊത്തം ബോട്ടം ഡെഡ് സെന്റർ ആണെന്നുള്ളത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെന്റർ പോയിന്റ് ഉണ്ട്, അതിന്റെ മേലെയുള്ള പോയിന്റുകളൊക്കെ TDC ആണ്, ഇതിന്റെ താഴത്തോട്ടുള്ളതൊക്കെ BDC ആണ്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ കുറെ സെമി സർക്കിളുകൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ സെമി സർക്കിളുകൾ വരച്ചിട്ടാണ് ഈ സാധനം പൂർത്തിയാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 1, 2, 3, 4 സെമി സർക്കിൾ വരയ്ക്കുമ്പോഴാണ് ഈ ഒരു വാൽ ടൈമിംഗ് ഡയഗ്രം കംപ്ലീറ്റ് ആവുന്നത്. ഈ 4 സെമി സർക്കിളും ഓരോന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ സ്ട്രോക്കുകളെയാണ്. ആദ്യത്തെ സക്ഷൻ സ്ട്രോക്ക്, പിന്നെ കംപ്രഷൻ സ്ട്രോക്ക്, എക്സ്പാൻഷൻ സ്ട്രോക്ക്, അതിനുശേഷം എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇങ്ങനെ ഓരോ സ്ട്രോക്കുകളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളിവിടെ നോക്കിയേ, ഫസ്റ്റ് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക് ആണ്. നമുക്കറിയാം, പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ആണ് ചെയ്യണത്. പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിലാണുള്ള, ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് നേരെ ബോട്ടം ഡെഡ് സെന്ററിലോട്ട് മൂവ് ചെയ്യും. അതായത് സെന്ററിന്റെ മേലെ മൊത്തം TDC എന്ന് പറഞ്ഞായിരുന്നു, താഴെ BDC എന്ന് പറഞ്ഞായിരുന്നു. ഇവിടുന്ന് ഇങ്ങടേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്തു. അതാണ് സക്ഷൻ സ്ട്രോക്ക്. ഇനി രണ്ടാമത് പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് മൂവ് ചെയ്തു, അതായത് മേലോട്ട് മൂവ് ചെയ്തു. അതെന്താണ്? കംപ്രഷൻ സ്ട്രോക്ക് ആണ്. അതിനുശേഷം നമ്മുടെ പിസ്റ്റൺ TDCയിൽ നിന്ന് വീണ്ടും BDCയിലോട്ട് മൂവ് ചെയ്തു, അത് എക്സ്പാൻഷൻ സ്ട്രോക്ക് ആണ്, പവർ സ്ട്രോക്ക് ആണ്. അതിനുശേഷം നമ്മുടെ പിസ്റ്റൺ BDCയിൽ നിന്ന് വീണ്ടും TDCയിലേക്ക് മൂവ് ചെയ്തു, അത് ലാസ്റ്റ് സ്ട്രോക്കായ എക്സോസ്റ്റ് സ്ട്രോക്ക് ആണ്. അപ്പൊ ഓരോ സെമി സർക്കിളും സൂചിപ്പിക്കുന്ന സ്ട്രോക്കുകളെയാണ്. ഇനി ഈ വാൽവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാൽവുകൾ ഓപ്പൺ ആവണത് സക്ഷൻ സ്ട്രോക്ക് തുടങ്ങുന്ന സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കണം. അപ്പൊ IV എന്ന് കാണിച്ചിരിക്കുന്നത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്. ഇനി സക്ഷൻ സ്ട്രോക്ക് കഴിയുമ്പോൾ നമ്മുടെ ഇൻലെറ്റ് വാൽവ് കറക്റ്റ് അവിടെ വെച്ച് ക്ലോസ് ആവും, ഇവിടെ വെച്ച് ക്ലോസ് ആയി. ഇനി കംപ്രഷൻ സ്ട്രോക്കിൽ രണ്ട് വാൽവും ക്ലോസ് ആരും ഓപ്പൺ ആയിട്ടില്ല. അടുത്ത എക്സ്പാൻഷൻ സ്ട്രോക്കിലും, അതായത് നമ്മുടെ ഇവിടെ വെച്ചിട്ട് അത് ഈ IS എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത് ഇഗ്നീഷൻ സ്റ്റാർട്ട് എന്നാ, അതായത് ഇവിടെയാണ് തീ കൊടുക്കുന്നത്, സ്പാർക്ക് പ്ലഗ്. തീ കൊടുത്ത് അവിടെ പൊട്ടിത്തെറി ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യും, അതാണ് പവർ സ്ട്രോക്ക്. ആ പവർ സ്ട്രോക്ക് കഴിഞ്ഞു. പവർ സ്ട്രോക്ക് ഇവിടെ എത്തുമ്പോൾ കഴിയും. പവർ സ്ട്രോക്ക് കഴിഞ്ഞാൽ പിന്നെ പുക പുറത്തോട്ട് തള്ളി കിടണം, അതായത് അവസാനത്തെ സ്ട്രോക്കാണ് പിന്നെ എക്സോസ്റ്റ് സ്ട്രോക്കാണ്. എക്സോസ്റ്റ് സ്ട്രോക്കിന് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ഇവിടെ വെച്ച് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. അതിനുശേഷം നമ്മുടെ പുക മൊത്തം എക്സോസ്റ്റ് സ്ട്രോക്കിൽ പുക മൊത്തം പുറത്തോട്ട് തള്ളിക്കളഞ്ഞു. അതിനുശേഷം എക്സോസ്റ്റ് സ്ട്രോക്ക് കഴിയുന്ന സമയത്ത് ലാസ്റ്റ് EBC എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആവും. അപ്പൊ ഈ ഒരു ഫിഗറിൽ നമ്മൾ IBO കണ്ടു, ഇൻലെറ്റ് വാൽവ് എവിടെ ഓപ്പൺ ആവണമെന്ന് കണ്ടു, ഇൻലെറ്റ് വാൽവ് എവിടെ ക്ലോസ് ആവണമെന്ന് കണ്ടു, എക്സോസ്റ്റ് വാൽവ് എവിടെ ഓപ്പൺ ആവണമെന്ന് കണ്ടു, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആവണമെന്ന് കണ്ടു. നമുക്ക് മനസ്സിലാവുന്നത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുന്നത് സക്ഷൻ സ്ട്രോക്കിലും അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവുന്നത് എക്സോസ്റ്റ് സ്ട്രോക്കിലാണ്. ബാക്കി രണ്ട് സ്ട്രോക്കിലും
രണ്ട് വാൽവുകളും ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വാൽ ടൈമിംഗ് ഡയഗ്രാം, ജസ്റ്റ് നമുക്ക് തിയറി ആയിട്ട് പഠിക്കാവുന്ന ഒരു വാൽ ടൈമിംഗ് ഡയഗ്രാം. ശരിക്കുള്ള വാൽ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല വരയ്ക്കുന്നത്. അവിടെ ഈ IBO എന്ന് പറയുന്നത് കറക്റ്റ് പിസ്റ്റൺ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പിസ്റ്റൺ TDC പുറപ്പെട്ടു എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ പിസ്റ്റൺ കറക്റ്റ് TDC സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ല ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവേണ്ടത്. ഇൻലെറ്റ് വാൽവ് കുറച്ച് നേരത്തെ ഓപ്പൺ ആവും, ഇൻലെറ്റ് കുറച്ചും കൂടെ മുന്നേ ഓപ്പൺ ആവും. അതുപോലെ ഇൻലെറ്റ് വാൽവ് കുറച്ച് താമസിച്ചാണ് ക്ലോസ് ആവുള്ളൂ. അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവിന്റെ കേസ് എടുക്കുകയാണെങ്കിലും എക്സോസ്റ്റ് വാൽവ് കുറച്ച് നേരത്തെ ഓപ്പൺ ആവും. അതുപോലെ അത് ക്ലോസ് ആവുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും, TDC ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ക്ലോസ് ആവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇൻലെറ്റ് വാൽവിന്റെയും എക്സോസ്റ്റ് വാൽവിന്റെയും ഓപ്പണിംഗിന്റെയും ക്ലോസിംഗിന്റെയും സമയത്തിൽ വ്യത്യാസപ്പെടുത്തി നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാമാണ് ആക്ച്വൽ വാൽ ടൈമിംഗ് ഡയഗ്രാം. അതാണ് നമുക്ക് എക്സാമിന് വരയ്ക്കാനുള്ളത്. ഇനി അതിന്റെ അകത്തോട്ട് പോവാം. അപ്പൊ ഇതാണ് ആക്ച്വൽ വാൽ ടൈമിംഗ് ഡയഗ്രാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം ലൈൻ നമ്മൾ വരച്ച ലൈൻ കാണാൻ പറ്റും. മേലെ TDC, താഴെ BDC, ഇതാണ് സെന്റർ പോയിന്റ്. ദേ ശരിക്കും മറ്റേ ഫിഗറിൽ ഇവിടെയായിരുന്നു ഇൻലെറ്റ് വാൽവ് ഓപ്പൺ എന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ കണ്ടോ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ എന്ന് പറഞ്ഞ പരിപാടി ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് TDCയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൽവ് നേരത്തെ ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഇൻലെറ്റ് വാൽവ് BDCയിൽ എത്തുമ്പോൾ ബോട്ടം ഡെഡ് സെന്ററിൽ പിസ്റ്റൺ എത്തുമ്പോൾ ക്ലോസ് ആവുള്ള കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആവുള്ളൂ. അതായത് അവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇൻലെറ്റ് വാൽവ് നേരത്തെ ഓപ്പൺ ആവും, അതുപോലെ തന്നെ താമസിച്ചാണ് ക്ലോസ് ആവുള്ളൂ. അപ്പൊ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് TDC തുടങ്ങുമ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഫ്യൂൽ മിക്സറിന് മാക്സിമം അകത്തോട്ട് കയറാനായിട്ട് സാധിക്കില്ല. അതായത് പിസ്റ്റൺ മേലേന്ന് താഴത്തോട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ സക്ഷൻ സ്ട്രോക്ക് സ്റ്റാർട്ടായി, അപ്പൊ തൊട്ട് മാക്സിമം എയർ അകത്തോട്ട് കയറണം. പക്ഷെ അന്നേരം നമ്മുടെ വാൽവ് ഓപ്പൺ ആയി തുടങ്ങുന്നുള്ളൂ, കുറച്ചൊരു താമസം വരും. അതായത് വാൽവ് ഓപ്പൺ ആയി ഫുൾ ഓപ്പൺ ആവണല്ലോ. അപ്പൊ കുറച്ച് നേരത്തിട്ടാണെങ്കിലും ആ വാൽവ് കംപ്ലീറ്റ് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് അത്രയും കുറച്ച് എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ TDCയിൽ നിന്ന് പിസ്റ്റൺ താഴത്തോട്ട് പോകുന്നതിന് മുന്നേ തന്നെ, ആ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കണം, നേരത്തെ ഓപ്പൺ ആയിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ ഇൻലെറ്റ് വാൽവ് താമസിച്ചാണ് അടയാവുള്ളൂ. അതായത് അതും മാക്സിമം എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇൻലെറ്റ് വാൽവ് നേരത്തെ ഓപ്പൺ ആക്കി അത് താമസിച്ച് ക്ലോസ് ചെയ്യുന്നതിനുള്ള കാരണം ഏറ്റവും മാക്സിമം എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ശരിക്കും ഇവിടെയായിരുന്നു, മറ്റേ ഫിഗറിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ഇവിടെയായിരുന്നു, കറക്റ്റ് എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുമ്പോഴായിരുന്നു, പിസ്റ്റൺ BDCയിൽ നിന്ന് പുറപ്പെടുമ്പോഴായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കാണാം നേരത്തെ എക്സോസ്റ്റ് വാൽവ് ഇത്രയും നേരത്തെയാണ്, 50 ഡിഗ്രി നേരത്തെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സോസ്റ്റ് വാൽവ് നേരത്തെ ഓപ്പൺ ചെയ്ത് ഇനി അടയുന്നത് എപ്പോഴാന്ന് നോക്കാം. എക്സോസ്റ്റ് വാൽവ് ഇവിടെ എത്തുമ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ അടയണത് തിയറിറ്റിക്കലി. പക്ഷെ ഈ ഫിഗർ പ്രകാരം അടയണത് 20 ഡിഗ്രി താമസിച്ചത് ഇവിടെ എത്തുമ്പോഴാണ് അടയണത്. അപ്പൊ എക്സോസ്റ്റ് വാൽവിന്റെ കേസിലും ഇവിടെ നിന്ന് ഓപ്പണായി ഇവിടെ എത്തുമ്പോഴാണ് ക്ലോസ് ആവുന്നുള്ളൂ. അതായത് നേരത്തെ തുറക്കും, താമസിച്ച് അടയ്ക്കുള്ളൂ. ഇവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ പിസ്റ്റൺ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ എന്താ ചെയ്യുക, BDCയിൽ നിന്ന് TDCയിലായിട്ടാണ് മൂവ് ചെയ്യണത്. അതായത് താഴത്തുനിന്ന് മേലോട്ട് വേണം മൂവ് ചെയ്യാനായിട്ട്. ഈ പിസ്റ്റൺ മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് കാര്യമില്ല. അപ്പോൾ തൊട്ടും മാക്സിമം സ്മോക്കിനെ നമുക്ക് വെളിയിലോട്ട് തള്ളിക്കളണം. അപ്പൊ കറക്റ്റ് നമ്മുടെ പിസ്റ്റൺ BDCയിൽ നിന്ന് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് കാര്യമില്ല. എക്സോസ്റ്റ് വാൽവ് കുറച്ചും കൂടെ നേരത്തെ ഓപ്പൺ ആവും. അതുപോലെ എക്സോസ്റ്റ് വാൽവ് പൂർണ്ണമായിട്ട് എല്ലാ ഗ്യാസും പുറത്തോട്ട് തള്ളിപ്പോയതിനു ശേഷം മാത്രമാണ് ക്ലോസ് ആവുള്ളൂ. അതിനുവേണ്ടി എക്സോസ്റ്റ് വാൽവ് നേരത്തെ ഓപ്പൺ ആവും, അതുപോലെ തന്നെ താമസിച്ചാണ് ക്ലോസ് ആവുള്ളൂ. അപ്പൊ ഇൻലെറ്റ് വാൽവ് നേരത്തെ ഓപ്പൺ ആവും, താമസിച്ചാൽ ക്ലോസ് ആവുള്ളൂ. എക്സോസ്റ്റ് വാൽവ് നേരത്തെ ഓപ്പൺ ആവും, താമസിച്ചാൽ ക്ലോസ് ആവുള്ളൂ. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഇത്രയും പോയിന്റ് ഇത്രയും വലുതാക്കി പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അകത്ത് ഈ പറയുന്ന രണ്ട് പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ നേരത്തെ തുറക്കലും താമസിച്ചടയ്ക്കലും. ഇൻലെറ്റ് വാൽവ് നേരത്തെ തുറന്ന് താമസിച്ചടയ്ക്കുന്നത് വോളിമെട്രിക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ വാക്കിൽ അങ്ങനെ പറയാം. ചിലപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻലെറ്റ് വാൽവ് നമ്മൾ പറഞ്ഞ പോലെ ഇൻലെറ്റ് വാൽവ് നേരത്തെ തുറന്ന് താമസിച്ചടയ്ക്കുന്നത് മാക്സിമം എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മാക്സിമം എയർ ഫ്യൂൽ മിക്സർ കയറുമ്പോഴാണ് വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം കൂടുന്നത്. ഇനി എക്സോസ്റ്റ് വാൽവ് നേരത്തെ തുറന്ന് താമസിച്ചടയ്ക്കുന്നത് എന്തിനാണ് വേണ്ടിയിട്ടാണ്? ഫുള്ളി റിമൂവൽ ഓഫ് ദി എക്സോസ്റ്റ് ഗ്യാസ്, കത്തിത്തീർന്ന ഗ്യാസുകളെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് തള്ളിക്കളയുന്നതിന് വേണ്ടിയിട്ടാണ് എക്സോസ്റ്റ് വാൽവ് നേരത്തെ തുറന്നിട്ട് താമസിച്ചടയ്ക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ കാണിക്കുന്ന ഡയഗ്രാണ് എന്ത്, വാൽ ടൈമിംഗ് ഡയഗ്രാം. ഇനി അതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈമും കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, ഈ പോയിന്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അവിടെ നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ് വാൽവ് ഓവർലാപ്പ് എന്നുള്ളത്. വാൽവ് ഓവർലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടുപേരും ഒരുമിച്ച് വരിക എന്നുള്ളതാണ്. അതായത്
ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഒരേ സമയം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈം, ആ ഒരു ഏരിയനെയാണ് നമ്മൾ വാൽവ് ഓവർലാപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ഇവിടെ നിന്ന് തൊട്ട് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ് അല്ലെ, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആണ്. അപ്പൊ നമ്മളിത് ഈ ഒരു റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കോമൺ റീജിയൻ ആണ്. അതിന്റെ ഇടയിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്, അതേപോലെ തന്നെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആണ്. അതായത് ഈ കാണുന്ന റീജിയനിൽ ഇവിടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്, ഇവിടെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആണ്. ഈ ഒരു പീരിയഡിൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഒരേ സമയം ഓപ്പൺ ആണ്. അതിനെയാണ് നമ്മൾ വാൽവ് ഓവർലാപ്പ് എന്ന് വിളിക്കുന്നത്. ഡെഫിനേഷൻ നിങ്ങൾ നോക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി സക്ഷൻ എക്സോസ്റ്റ് സ്ട്രോക്കിന്റെ അവസാനം എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. അതുപോലെ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി സക്ഷൻ സ്ട്രോക്കിന്റെ തുടക്കത്തിൽ ഇൻലെറ്റ് വാൽവും ഓപ്പൺ ആയിരിക്കും. ബോത്ത് വാൽവ് റിമെയിൻ ഓപ്പൺ ഫോർ സർട്ടൻ ഡിഗ്രി. കുറച്ച് ഡിഗ്രിയിലോട്ട് രണ്ട് വാൽവ് ഓപ്പൺ ആയിരിക്കും. ഈ രണ്ട് വാൽവും ഓപ്പൺ ആയിട്ടിരിക്കുന്ന പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർലാപ്പ് അല്ലെങ്കിൽ ഓവർലാപ്പ് പീരിയഡ്സ്. അപ്പൊ ഈ പടം വരയ്ക്കാൻ പഠിക്കുമ്പോൾ ഈ ആംഗിളുകളോട് ഒന്ന് വരയ്ക്കാനായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കോമ്പസ് തന്നെ വെച്ച് വരയ്ക്കണം. ഇനി ഈ വാൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം മേലെ TDC എന്നും താഴെ BDC എന്നും മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ IVO, IVC, EVO, EVC ഇവർ 4 പേരെ മാർക്ക് ചെയ്യുക. അതായത് ഈ 4 പേരുടെ ലൈനുകൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ആംഗിളുകൾ ചുമ്മാ മാർക്ക് ചെയ്താൽ മതി, പിന്നെ ആംഗിൾ വേണമെന്നില്ല. ഇപ്പൊ 5 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ മാത്രം മതി, ആ ആംഗിൾ വരയ്ക്കണമെന്നില്ല. IVO വരയ്ക്കാം, IVC വരയ്ക്കാം, EVO വരയ്ക്കാം, അതുപോലെ തന്നെ EVCയും വരയ്ക്കാം. ഇവരെല്ലാവരും നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. IS വരയ്ക്കേണ്ട ആവശ്യമില്ല. IS ഇഗ്നീഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കുന്ന പോയിന്റാണ്, അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അത് വിട്ടേരെ. ഇത്രയും വരച്ചതിന് ശേഷം നമുക്ക് ഇനി ഈ പറയുന്ന സർക്കിളുകൾ ഓരോന്നായിട്ട് വരയ്ക്കണം. അപ്പൊ ഓരോ സർക്കിളുകളും വരയ്ക്കണ പ്രത്യേക രീതിയിലാട്ടോ. നമുക്ക് ഓരോ സർക്കിളായിട്ട് വരച്ചു നോക്കാം. ഫസ്റ്റ് ഇവിടെ സെന്റർ കുത്തി, അതായത് നമ്മുടെ ഫിഗറിന്റെ കറക്റ്റ് സെന്റർ കുത്തി ആദ്യത്തെ സർക്കിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. IBOയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരച്ച് ഇവിടെയും വരെ എത്തിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ വരെ എത്തിച്ച് കഴിഞ്ഞാൽ തീർന്നു. IVO to IVC, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ടു ഇൻലെറ്റ് വാൽവ് ക്ലോസ്, അവിടെ വരെ വരച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം അടുത്തത് ഇവിടെ തന്നെ സെന്റർ കുത്തി ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ കറങ്ങി ഇവിടെ തന്നെ വന്ന് കയറുള്ളൂ. അതായത് വട്ടം വരച്ചോണ്ടിരിക്കുള്ളൂ നമ്മള്. അപ്പൊ ഇത് കറങ്ങി അപ്പുറത്തോട്ട് പോകണം. അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സെന്റർ മാറ്റി കുത്തണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത സെന്റർ എടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. അതായത് സെന്റർ ഇത് ഇവിടെ കുത്തണം, ഇച്ചിരി അങ്ങ് മാറ്റി കുത്തണം. പൊടിക്ക് എവിടെയാണെന്ന് വെച്ചാൽ കുത്തിക്കോ, കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി കുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി കുത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും മാർക്ക് കട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. കോമ്പസ് ഉപയോഗിച്ചിട്ട് പെൻസിൽ ഇങ്ങനെ നമ്മൾ കറക്കി ഇവിടെയും വരെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടം വരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ സെന്റർ ചേഞ്ച് ചെയ്യണം. നമ്മൾ സെന്റർ ഇവിടെ സെന്റർ കുത്തുന്നതിന് പകരം കുറച്ച് സെന്റർ ഇങ്ങോട്ടേക്ക് മാറ്റി കുത്തിയിട്ട് ഇവിടെ പെൻസിൽ വെച്ച് ഈ സാധനത്തിനെ വീണ്ടും കറക്കി ഇതിനെ നേരെ ഇപ്പുറ സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി മുട്ടിക്കണം. അപ്പൊ ഇൻലെറ്റ് വാൽവ് ഓപ്പണിൽ നിന്ന് ഇൻലെറ്റ് വാൽവ് ക്ലോസ് വരെ ഒരാളെ വരച്ചു. അതിനുശേഷം അതിന്റെ ഇടയിലുള്ള ഭാഗം മൊത്തം നമ്മൾ ഇങ്ങനെ കവർ ചെയ്തു. അതിനുശേഷം ഇവിടെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ തുടങ്ങി. അന്നേരം വീണ്ടും സെന്റർ മാറ്റി എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ തൊട്ട് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് വരെ വീണ്ടും നമ്മൾ വരച്ചു. അപ്പൊ ഇത് വീട്ടിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ വരച്ചു നോക്കണം. ഒരു തവണയെങ്കിലും നിങ്ങൾ വരച്ച് കോമ്പസ് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ രീതിക്ക് വരച്ചു നോക്കണം. വരച്ചു നോക്കിയിട്ട് ഒന്നും കൂടെ വീഡിയോ ബാക്ക് അടിച്ച്, മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോ ഒന്നും കൂടെ ബാക്ക് അടിച്ച് കണ്ട് ഒന്നും കൂടെ വരച്ചു നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ആംഗിളുകളൊന്നും അതേപോലെ വരേണ്ട ആവശ്യമില്ല. ഈ ആംഗിളുകളൊക്കെ നിങ്ങൾ റഫായിട്ട് മെഷർമെന്റ് എടുത്ത് വരച്ചാൽ മതി. ആംഗിൾ വേണമെങ്കിൽ അവിടെ നോട്ട് ചെയ്താൽ, ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. എന്നാലും ഏകദേശം വാല്യൂസ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ 15 16 പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഏകദേശം ഈ വരുന്ന റേഞ്ചിലെ വാല്യൂസ് അവിടെ മാർക്ക് ചെയ്യണം. IS-ഉം 35 ഡിഗ്രിയും അതൊന്നും വേണ്ട. IS-ന്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് അവിടെ വേണ്ട. ഇനി അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഓരോ സ്ട്രോക്കുകൾ നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ. സക്ഷൻ സ്ട്രോക്ക്, അത് കഴിഞ്ഞാൽ കംപ്രഷൻ സ്ട്രോക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ പവർ സ്ട്രോക്ക്, അത് കഴിഞ്ഞാൽ ലാസ്റ്റ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇവരെല്ലാവരെയും കൂടെ മാർക്ക് ചെയ്യുകയും വേണം.